എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 19 കേട്ടോ. ഇന്ന് സൈത്തേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഡേ മാത്രമല്ല നാളും കൂടി ഇന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ടിസ്റ്റ് എന്തെന്നാൽ ചേട്ടനില്ല, ആളോട്ടം പോയേക്കാണ്. രാവിലെ പോയി. അപ്പോൾ ഞാനും പിള്ളേരും കൂടി അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് പിള്ളേരെ എഴുന്നേൽപ്പിക്കണം. ശിവ എഴുന്നേറ്റിട്ടുണ്ട്. സാനുവിനും കൂടി എഴുന്നേൽപ്പിച്ച് കുളിച്ച് റെഡിയാക്കിയിട്ട് പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ പിള്ളേരൊക്കെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങളിതേ പോകാണ് കേട്ടോ. അപ്പം എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ മിനി എന്ന് പറയുന്ന ചേച്ചിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഞാൻ എപ്പോഴും പറയുന്ന മാങ്ങാമ്പള്ളി അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഞാനൊരു കൃഷ്ണഭക്ത കൂടിയാണ്. അപ്പം എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം നേരെ ഞങ്ങൾ മാങ്ങാമ്പള്ളി എത്തി. ശിവുവിന് എവിടെ പോയാലും നടന്ന് തന്നെ കയറണം എന്നുള്ളത് കൊണ്ട് ആളിൻ്റെ സ്റ്റെപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നൊക്കെ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിയെ കയറി ആൾ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. ഞാനപ്പോൾ വഴിപാടിന് ഇരിക്കാന്ന് കരുതി പോയേക്കാണ് കേട്ടോ. ചേട്ടൻ്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിക്കണമായിരുന്നു. അപ്പം അതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇന്ന് തന്നെയാണല്ലോ ആളുടെ നാളും ഡേറ്റും ഒരുമിച്ച് വന്നേക്കുന്നത്. നക്ഷത്രം എന്ത് ചോദ്യമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ട് അകത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കിങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോകുന്ന ആ ഒരു ദിവസം ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറില്ലേ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇന്ന് ഇട ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല. പുഷ്പാഞ്ജലിയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്തൊക്കെ പോയി തൊഴുതിട്ട് പുറത്തേക്ക് തൊഴാൻ വന്നു. സാനുമോൾക്ക് ഈ അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ ഈ സ്റ്റെപ്പിന്റെ സൈഡിലുള്ള കട്ടകളില്ലേ, അതും കയറി നടക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും വീഴും വീഴുന്നൊക്കെ പറഞ്ഞാൽ ആള് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇങ്ങനെ നടക്കും. അതൊക്കെ കഴിഞ്ഞ് വന്ന് തൊഴാണ് കേട്ടോ. ശിവുവിന് പിന്നെ എല്ലാ ഭണ്ഡാരപ്പെട്ടിയിലും പൈസ ഇടണം എന്നുള്ളൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. അപ്പൊ ആളത് ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആ പൈസ അതിൽ വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇന്ന് സാനുവിന് അംഗനവാടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അമ്പലത്തിൽ നിന്ന് സ്പെൻഡ് ചെയ്തില്ല. വേഗം തന്നെ തൊഴുതിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് ചെന്നത്. അപ്പം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശിവു തന്നെ ഇറങ്ങി നടന്നോളാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൈമ പിടിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരാണ്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പം വേഗം ചെന്നിട്ട് ചായ കുടിച്ചിട്ട് കൊച്ചിനെ പറഞ്ഞു വിടാലോ എന്ന് ഓർത്തു. അങ്ങനെ വേഗം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വന്ന പാടെ തന്നെ ഞാൻ ഇഡ്ഡലി എടുത്ത് കൊടുത്തു. അപ്പം ശിവു തന്നെ തിന്നോളാന്ന് പറഞ്ഞിട്ട് ആളിത് തിന്നോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നു ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ഞാനും പിള്ളേരും കൂടി. വേറെ പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ചേട്ടന് ഓട്ടം പോയേക്കാളുള്ള ആളിന്ന് വരില്ല, നാളെ വരുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. പായസം വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആള് വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ച്. അമ്പലത്തിൽ പോയപ്പോൾ മുടി ഉണങ്ങാത്തതുകൊണ്ട് തന്നെ അഴിച്ചിട്ടിട്ടായിരുന്നു പോയിരുന്നത്. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്കും ഉണങ്ങുമല്ലോ. അപ്പം വന്നിട്ട് കെട്ടിക്കൊടുത്തിട്ട് വേഗം അംഗനവാടിയിൽ വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന പാടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുടി കെട്ടിക്കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവൾ ഇങ്ങനെ ഓരോ കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം പോയതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആവട്ടെ മര്യാദയ്ക്ക് നിൽക്കുന്നൊക്കെ ആട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടായിട്ട് അമ്മയെ കാണാത്തെ. ജോലി ഉള്ളതുകൊണ്ടാണ് അമ്മ അമ്പലത്തിൽ വരാണ്ട്, അല്ലെങ്കിൽ അമ്മേനെ കൊണ്ട് പോകാന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മ പോകാൻ ലേറ്റ് ആവുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം പോയി വന്നത്. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിലേക്ക് ഇറങ്ങി. കേട്ടെ ശരി പോയി. ഇപ്പാള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അംഗനവാടിയിലേക്ക് കയറി പോവാറ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. നേരത്തെയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് പോകാനായിട്ട്. അപ്പം ഞാൻ ശിവുവിനെ മിഞ്ചേച്ചതിൽ കൊടുത്തിട്ടാണ് പോയത് ഇന്ന്. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ഫുഡ് കഴിക്കാൻ കേട്ടാ. ശിവുവിന് ഞാൻ നേരത്തെ കൊടുത്തു. ശിവ ചോറൊക്കെ തിന്നു നല്ല മോളായിട്ട്. മീനുള്ളത് കൊണ്ട് തന്നെ ശിവ നല്ല രീതിയിൽ ചോറ് തിന്നു. അതിന് മീനാണ് കൂടുതൽ ഇഷ്ടം, നോൺ വെജിൻ്റെ ആളാണ്. പിന്നെ എന്താ നമുക്ക് തിന്നോ. നമുക്ക് കിളിമീൻ കറി ഉണ്ട്, പിന്നെ പാവയ്ക്കുള്ള തണ്ട തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലതാണ്. അപ്പം കഴിക്കട്ടെ കേട്ടോ. ആര് പറഞ്ഞു? ഉറക്ക പറ. അയ്യോ പറയൂല.
ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു. ശിവ പാട്ട് പാടാം. ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. പൊട്ട് വെള്ളരിയുടെ ഇന്നലെ ചേട്ടൻ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം അത് കഴിക്കാമെന്ന് എഴുതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ശിവു? സൂപ്പറാ. മധുരം ഉണ്ടാ? ഉണ്ട്. ഓക്കെ. അങ്ങനെ ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ സനുവിനെ പോയി അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവന്ന് വന്ന പാടത്തിൻ്റെ കുളിപ്പിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതേ ആൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം തന്നെ തല ഇരിക്കോളാന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ഈരാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ശിവു ഓടി ഇരുന്നത് ടി വിയും കാണുന്നുണ്ട്. ഓരോ കാർട്ടൂണും കാര്യങ്ങളൊക്കെ ഇതേ കാണുവാണ്. ആ ഇതാണ് പിന്നെ പ്രധാന കാര്യം. ഇരിപ്പ് നോക്കിക്കേ. ഇപ്പൊ അതേ കസേര ഇങ്ങനെ ഇട്ടിട്ടാണ് ആളിരുന്ന് കാണാം. നല്ല സുഖമുണ്ട്. കാലൊക്കെ നിവർത്തി വെച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത എൻ്റെ മുടി ആകെ ഡാമേജ് ആയിരിക്കുകയാണ്. അതെ കോലം കണ്ടാൽ മനസ്സിലാവായിരിക്കും. നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയി. ആകെ മോശമായി പോയി കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊരു സ്പ്രേ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും ഞാൻ എൻ്റെ മുടി നോക്കിയില്ലെങ്കിൽ ഏകദേശം തീരുമാനമാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ദേ സ്പ്രേ ഒക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ച് ദേ മസാജൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്പ്രേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ച 12 ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നരാടം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ഇനിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചെയ്യാ എന്ന് കരുതി ദേ എടുത്തതാണ്. ദൈവത്തിനറിയാൻ ഞാൻ ഇനി ഒന്നരാടം ഇത് അടിക്കുമെന്നുള്ളത്. സത്യം പറഞ്ഞ് ഈ ഇടയായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. ഞാൻ ഇനി എന്നാണാവോ നന്നാവാ. പിന്നെ ഇതിനങ്ങനെ സമയവും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. മുടി അങ്ങനെ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം പിള്ളേർ രണ്ടുപേരും അവിടെ ഇരുന്ന് TV കാണുന്ന നേരം കൊണ്ട് ഞാൻ സ്പ്രേ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് അകത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് രണ്ടുപേരെയും കാണാനില്ല. വേഗം ചെന്ന് നോക്കിയപ്പോൾ ദേ അപ്പുറത്തെ വീട്ടിൽ വന്നിരുന്ന് കളിക്കുകയാണ്. മണ്ണിൽ വാരി കളിക്കുകയാണ്. കുളിച്ച കൊച്ചാണ്. ദേ ഉടുപ്പിൻ്റെയൊക്കെ കോലം നോക്കിക്കേ. എന്ത് ചെയ്യാനാ. പിന്നെ നേരെ വീണ്ടും കൊണ്ടുപോയി രണ്ടുപേരെയും കുളിപ്പിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മുകളിലേക്ക് പോകുന്നു കേട്ടോ കിടക്കാനായിട്ട്. രാത്രിയിലത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എല്ലാ വീഡിയോസിലും ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്ന പോലെ തന്നെ സനുമോളെ പഠിപ്പിക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, ഇവ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ വൈകുന്നേരം. അപ്പോൾ വീണ്ടും അത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.